അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫാൻ ക്ലീൻ ചെയ്യലാണ്. രാവിലെ ഫുള്ള് പൊടിയായിട്ടിരിക്കുക. ഇത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് രാവിലെ. അപ്പം നിങ്ങൾ ഇതിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, ക്ലീൻ ചെയ്യുന്നതിന് മുന്നേയുള്ള അവസ്ഥയാണിത്. ഫുള്ള് പൊടിയായിട്ടിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഇതേപോലെ പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ തുറന്ന് എടുത്തിട്ട് ഇതിൽ ഫുള്ള് പൊടി മൊത്തം ആദ്യം ബ്രഷ് വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് ഇതെല്ലാം പൊടിയെല്ലാം തുടച്ച് കളയാൻ വേണ്ടി പോകും. അങ്ങനെ നമ്മൾ അതിൻ്റെ മൂന്നിൻ്റെ പൊടി തൂത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി ഉണക്കാം. കഴുകിയെങ്കിൽ ഈ ചെടി പോകത്തുള്ളൂ. അത് പൊടി ഇത്ര തൂത്തിട്ട് പോയുള്ളൂ. നമ്മൾ ബ്രഷ് കൊണ്ട് തൂക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചെറിയ ഇതിൻ്റെ ഈ ഇടയിലിരിക്കുന്ന ചെടിയെല്ലാം പോകാൻ വേണ്ടി നമ്മൾ പഴയ ബ്രഷ് വെച്ച് തുടയ്ക്കണം. അപ്പോൾ നമ്മളിതിലെല്ലാം പൊടി കളഞ്ഞിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കഴുകി ഉണക്കിയെടുക്കാം. നമ്മളിത് കഴുകിയെടുക്കാൻ പോകാം. ഒരു ലക്ഷം സോപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ പാർട്സാണ്. ഈ ബ്രഷ് വെച്ച് തന്നെ നമ്മൾ കഴുകിയെടുക്കണം. സോപ്പിൽ മുക്കിയിട്ട് നമുക്ക് കഴുകിയെടുക്കാം. നമ്മൾ കഴുകാൻ പോകുന്നത് ഫാനിൻ്റെ ലീഫാണ്. ഫാനിൻ്റെ ലീഫ് കഴുകിയെടുക്കാം. ശരി, ആദ്യം വെള്ളം നനച്ചിട്ട് നമ്മുടെ സോപ്പ് പതയെ തുടക്കും. വെച്ചിട്ട് കഴുകിയെടുക്കാം. നമ്മൾ ബ്രഷും കൊണ്ട് തൂത്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം തൂത്ത് പൊടി കളഞ്ഞു. സോപ്പിട്ട് വെള്ളമിട്ട് സോപ്പിട്ട് കഴിയുമെങ്കിൽ ഇത് ചെളി ഉള്ള പോത്തുള്ളൂ. ഇന്നത്തെ രാവിലത്തെ പണി ഇതാ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന്. ഇന്ന് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു.
അടുത്ത് കഴുകാൻ പോകുന്നതിൻ്റെ കവറാണ്. ഇതിനകത്തെല്ലാം ചെളി കയറിയിരിക്കും. ഇതിനകത്തെല്ലാം ചെളി വരുന്നുണ്ട്. ഇതിനകത്തെല്ലാം ചെളി അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് അഴിച്ചില്ല. കൂട്ടുകാരെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് പറ്റുന്ന പോലെ ആവശ്യമില്ല. അങ്ങനെ നമ്മളിതെല്ലാം കഴുകി ഉണക്കാനായിട്ട് വെച്ചു. എല്ലാം ഉണക്കാൻ വെച്ചിട്ട് നമ്മുടെ മീൻകൊട്ടന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് കാവലിന് വേണ്ടി. അവരോട് നോക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് പോയി നമ്മുടെ ഫാനുണ്ട്, എൻ്റെ മോട്ടർ കാര്യങ്ങൾ അത് അഴിക്കുന്നില്ല. അല്ലാതെ തന്നെ അതിൻ്റെ പുറത്തൂടെ പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് അന്നേരത്തേക്കും ഉണങ്ങുമെന്ന് തോന്നുന്നില്ല. ഉണങ്ങിയാൽ നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഫാനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് ഫുള്ള് പൊടിയാണ്. ഇത് നമുക്ക് ഒരു തുണി എടുത്തിട്ടുണ്ട്. തുണി വെച്ചിട്ട് നമുക്കിത് ഫുള്ള് തുടയ്ക്കാം. ഇത് നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. ഇത് ഫുള്ള് പൊടിയായിട്ടിരിക്കുക. ഇത് ഫുള്ള് നമുക്ക് പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ കഴുകി വെച്ചേക്കുന്നതൊക്കെ ഉണങ്ങും. എന്നിട്ട് നമുക്കതെടുത്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫാനെല്ലാം തൂത്ത് ഇതെല്ലാം പൊടിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചേക്കുന്നത് പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് ഫിറ്റ് ചെയ്യാം. നമ്മൾ കഴുകി വെച്ച പാർട്സ് എല്ലാം ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം തിരിച്ച് ഓരോന്നായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ആദ്യം കണ്ട പോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നതെല്ലാം. എല്ലാം പോയി വൃത്തിയായി. നമ്മൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇത് ഭയങ്കര പാടാണെന്ന് ഇതൊന്നും ചെയ്യാതിരിക്കുന്നവരുണ്ട്. വലിയ പാടൊന്നുമില്ല. ആദ്യം നമ്മൾ അടിയിലത്തെ നെറ്റ് എടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പുറകിലൊരു കൊളുത്ത് പോലുണ്ട്. അത് മേളിൽ വരുന്ന പോലെ, ടോപ്പിൽ വരുന്ന പോലെ നമ്മൾ ആദ്യം ഇതെടുത്ത് വെക്കുക. ഇതിനകത്ത് തന്നെ ഉണ്ട് കറക്റ്റായിട്ട് കയറിപ്പിക്കാനുള്ള വെട്ടുകളും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ആദ്യം വെച്ച് അത് വെച്ച് കൊടുത്തിട്ട് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പാർട്ട് നമ്മൾ വലത്തോട്ടാണ്. ഇത് വലത്തോട്ട് കറക്റ്റായിട്ട് ടൈറ്റാക്കി കൊടുക്കുക. നല്ലോണം ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യാൻ നമുക്കറിയാമല്ലോ. നമുക്ക് ഇത്രേ ഉള്ളൂ. ടൈറ്റായി നമ്മൾ അടുത്ത് വെക്കാൻ പോകുന്നത് ലീഫ്. ഇതിലൊരു വെട്ടുണ്ട്, ഒരു ആണി പോലൊരു ഉണ്ട്. അതുപോലെ നമുക്ക് ലീഫിൽ ഒരു വെട്ടുമുണ്ട്. അത് കറക്റ്റായിട്ട് ആ വെട്ടിൽ തരുന്ന പോലെ ഇട്ട് കൊടുക്കും.
അങ്ങനെ ഇട്ടെങ്കിൽ അത് ശരിക്കും കയറത്തുള്ളൂ. അത് ഇട്ടിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളടുത്തത് വേറൊരു ലോക്കുണ്ട്. അത് നമ്മൾ അതായത് വലത്തോട്ടല്ല, ഇത് ഇടത്തോട്ടാണ്. ഇടത്തോട്ട് തിരിച്ചാണ് ടൈറ്റ് ആക്കുന്നത്. ഇത് ഫാനെ പിടിച്ചിട്ട് നമ്മൾ ഫുള്ള് ടൈറ്റാക്കി കൊടുക്കുക. മുൻവശത്ത് നെറ്റ് വെക്കാം. മുൻവശത്ത് നെറ്റ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് ഇപ്പോഴത്തെ സൈഡിലത്തെ ലോക്ക് ഇതിനകത്തും വെട്ടുണ്ട്. ആ വെട്ടിൽ നമ്മൾ റിങ് വരുന്ന പോലെ സെറ്റ് ചെയ്യും. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വെച്ചിട്ട് ഇച്ചിരി ടൈറ്റാക്കി കൊടുക്കാം. ഇരിക്കത്തുള്ളൂ. ടൈറ്റായി കൊടുക്കാം, താഴെ വീഴാത്ത രീതിയിൽ. ഇത് നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം. കുഴപ്പമില്ലാതെ വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുടെ സ്ക്രൂ ടൈറ്റാക്കി കൊടുക്കും. സ്ക്രൂ ടൈറ്റാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? ദൂരത്തെ നമുക്ക് പുതിയ ഫാൻ വാങ്ങിച്ച പോലുണ്ട്. അങ്ങനെ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞ ഫാനൊക്കെ സെറ്റ് ചെയ്തു. കറക്കാൻ നോക്കിയപ്പം കറണ്ടില്ല.